Hi friends, Munir Babu from Soulmate Media. Product photography, especially jewellery photography, ചെയ്തു തുടങ്ങുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇമേജിനെ അത് പ്രൊഡക്റ്റിനെ ഫുള്ളായിട്ട് ഫോക്കസ് ആയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കുക എന്നുള്ളത്. നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗം മാത്രം ഫോക്കസ് ആയിട്ട് ഡെപ്ത് ഓഫ് ഫീൽഡ് കുറച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷേ സപ്പോസ് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് പറയാണ് ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ഫോക്കസ് വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. പ്രോഡക്റ്റിൻ്റെ മാക്സിമം ഡീറ്റെയിൽസ് കിട്ടാൻ അത് എൻലാർജ് ചെയ്തിട്ട് ബിയോണ്ട് ദ ലൈഫ് സൈസ് കിട്ടാൻ വേണ്ടി നമ്മൾ മാക്രോ ലെൻസൊക്കെ വെച്ചിട്ടാണ് പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യുക, ജ്വല്ലറിയൊക്കെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഈവൻ നമ്മൾ F9, F11 ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രോഡക്റ്റിൻ്റെ എഡ്ജ് ടു എഡ്ജ് ഷാർപ്നെസ് കിട്ടില്ല. അതൊരു ഭാഗം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ബാക്കിലേക്കൊക്കെ ഡിസ്റ്റൻസ് ഉള്ളതുണ്ട്. അതായത് ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ഘടകമാണ് ഡിസ്റ്റൻസ് ഓഫ് ദ സബ്ജക്റ്റ് എന്നുള്ളത്. അപ്പോൾ ബാക്കിലൊക്കെ ഷാർപ്പായിട്ട് അല്ല ഇമേജ് കാണുക. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫോക്കസ് റെയിൽ വെച്ചിട്ടായിരുന്നു. മാനുവലായിട്ട് ക്യാമറ ഫോക്കസ് റെയിൽ വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യും മാനുവലായിട്ട്. ഇപ്പോൾ നിക്കോണിൻ്റെ 850, Z6, Z7 എന്ന ക്യാമറയിൽ അടിപൊളി ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്, ഫോക്കസ് ഷിഫ്റ്റ് ഷൂട്ടിംഗ്. നമുക്ക് വളരെ ഉപകാരമായിട്ട് ജ്വല്ലറിയൊക്കെ ചെയ്യാൻ വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് ജ്വല്ലറിക്ക് പ്രോഡക്റ്റ്. അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പിനൊക്കെ ചെയ്യാൻ പറ്റിയ സാധനം. എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് Z7 ഉപയോഗിക്കുന്ന ലെൻസ് 24-70 ബിക്കോസ് ഒരു ഡെമോ ഷൂട്ട് മാത്രം ട്യൂട്ടോറിയൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ 70 മാക്രോ ടൈപ്പ് ഓഫ് ഷോട്ട് കിട്ടും, മാക്രോ അല്ല. പിന്നെ ഉപയോഗിക്കുന്നത് അടിപൊളി ലൈറ്റാണ്, അപ്പാച്ചർ MX എന്ന് പറഞ്ഞിട്ട്. ഇത് ബൈ കളർ ലൈറ്റാണ്, കൂള് വാമുണ്ട്. അതേപോലെ ഒരു പോക്കറ്റ് സൈസ്, ഒരു ATM കാർഡിൻ്റെ സൈസേ ഉള്ളൂ, കുറച്ച് വീതി ഉണ്ട്. പക്ഷേ വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് തോന്നുന്നത്. നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സിന് എല്ലാവരും ഒരു ബാഗിൽ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എല്ലാ ആവശ്യങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ഷൂട്ടിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചാർജിങ് C പോർട്ടാണ്, ഇൻബിൽഡ് ബാറ്ററിയാണ്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് ഷൂട്ട്. ഫോക്കസ് ഷിഫ്റ്റ് ഷൂട്ടിംഗ്. നമ്പർ ഓഫ് ഷോട്ട്സ്, നമുക്ക് എത്ര ഷോട്ട് വേണം എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ് ടു 300 ഷോട്ട് വരെ നമുക്ക് പോവാം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 30 ഷോട്ട്. ഫോക്കസ് സ്റ്റെപ്പ് വിഡ്ത്ത്, എത്ര ഡിസ്റ്റൻസിൽ ഫോക്കസ് പിടിക്കണം എന്നുള്ളത്. അത് ചെറിയ ജ്വല്ലറിയൊക്കെ ആണെങ്കിൽ നാരോ പിടിക്കുകയാണ് നല്ലത്. നമ്മൾ ഡെമോ ആയതുകൊണ്ട് ഏകദേശം ഒരു വിഡ്ത്ത് 5 ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പൊക്കെ ആണെങ്കിൽ വൈഡ് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഫോക്കസ് മാറി മാറി പിടിക്കുക. ദെൻ ഷൂട്ടിംഗ് ഇൻ്റർവെൽ, എത്ര ടൈം ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം ക്ലിക്ക് ചെയ്യാൻ എന്നുള്ളത്. ഫസ്റ്റ് ഫ്രെയിം എക്സ്പോഷർ ലോക്ക്, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രെയിമിൽ ലോക്ക് ചെയ്തിടാം. ദെൻ പീക്കിംഗ് സ്റ്റാക്ക് ഇമേജ്, ഫോക്കസ് സ്റ്റാക്ക് ചെയ്തിട്ടുള്ള ഭാഗം, ഫോക്കസ് വരുന്ന ഭാഗം പീക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. സൈലൻറ്റ് ഫോട്ടോഗ്രാഫി, ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് പ്രോസസ്സാണ്. ദെൻ ഇൻ ടു ഫോട്ടോഷോപ്പിൽ ഫയൽ, സ്ക്രിപ്റ്റ്സ്, ലോഡ് ഫയൽ ഇൻസ്റ്റു സ്റ്റാക്ക്. ഫോൾഡർ ആണെങ്കിൽ ഫോൾഡർ സെലക്ട് ചെയ്യാം. Let's go. ഇമേജസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ലേയേഴ്സിൽ എല്ലാ ഇമേജും സെലക്ട് ചെയ്യാം, ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. ദെൻ എഡിറ്റ്, ഓട്ടോ ബ്ലെൻഡ് ലേയേഴ്സ്. ഓക്കെ, പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഇമേജ് നമുക്ക് കിട്ടും. എഡ്ജ് ടു എഡ്ജ് ഷാർപ്പായിട്ടുള്ള പക്കായിട്ടുള്ളൊരു ഇമേജ്. മുമ്പ് മാനുവലായിട്ട് ചെയ്തിരുന്നൊരു പ്രോസസ്സ് ഫോക്കസ് സ്റ്റാക്കിംഗ് അല്ലെങ്കിൽ ഫോക്കസ് ഷിഫ്റ്റ് ഷൂട്ടിംഗ് നിക്കോൺ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിനൊക്കെ ഉപകാരപ്രദമാണെങ്കിലും ബെസ്റ്റായിട്ട് ജ്വല്ലറി ഫോട്ടോഗ്രാഫിക്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിക്ക് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ഫീച്ചേഴ്സും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.